ഹായ് നമസ്കാരം. ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പെസഹ തിരുനാൾ. നമുക്കും പെസഹ ഉണ്ടാക്കണ്ടേ? അതിനായിട്ട് ഒരു നാഴി പച്ചരി എടുത്തിട്ടുണ്ട്, പിന്നെ അരനാഴി ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കാം. ഒരു 3-4 പ്രാവശ്യം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടൊരു 4 മണിക്കൂർ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് 4 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് നല്ല അടിപൊളിയായിട്ട് ഉഴുന്നും പച്ചരിയും കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പമാണല്ലോ പെസഹ. അപ്പോൾ നമുക്ക് അധിക നേരം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഇത് അരച്ചതിന് ശേഷമേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം. പിന്നെ ഇതിലേക്ക് ചേർക്കാനായിട്ട് അരമുറി തേങ്ങാപ്പീര, പിന്നെ 3 കൊച്ചുള്ളി, 2 വെളുത്തുള്ളി അല്ലി, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് 2-3 പ്രാവശ്യമായിട്ടാണ് ഞാൻ അരച്ചെടുത്തത് കേട്ടോ ഇത്. അപ്പോൾ ഇഡലിയുടെ മാവില്ലേ, അതിൻ്റെ പരുവത്തിൽ വേണം ഇത് അരച്ചെടുക്കാനായിട്ട്. അങ്ങനെ മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നിട്ടെല്ലാം കൂടെ നല്ലതുപോലെ യോജിപ്പിച്ചിട്ട് ഞാനിവിടെ 2 സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് എണ്ണ തടവി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഈ മാവ് ഉപ്പും കൂടെ ഇട്ട് നല്ലതുപോലെ യോജിപ്പിച്ചെടുത്ത ഈ മാവുണ്ടല്ലോ, നമുക്ക് ഈ സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചാണ് ഞാൻ ഈ പെസഹ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 മരത്തിൻ്റെ വടി കൂടെ അത് അപ്പം ഉണ്ടാക്കുമ്പോൾ ഞാൻ എടുക്കുന്ന വടിയാണ് കേട്ടോ. അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കാരണം നമ്മളിങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ 2 തട്ടായിട്ട് വെക്കുമ്പോൾ ഈ വടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ച കുരുത്തോല പെരുന്നാളായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കുരുത്തോലയും കൂടി എടുത്ത് കുരിശായിട്ട് അപ്പത്തിൻ്റെ മീതെ വെച്ചിട്ടുണ്ട്. ഒരപ്പത്തിൻ്റെ മീതെ വെക്കുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് അടച്ച് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കാം കേട്ടോ. അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇവിടെ പെസഹ വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ശർക്കരപ്പാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരമുറി തേങ്ങാപ്പീര പിഴിഞ്ഞ് പാലെടുത്തിട്ടുണ്ട്. തലപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ ഇടപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ വറുത്തരിപ്പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമുള്ളത്രയും ശർക്കര നീര്, ഞാനിവിടെ 1 കപ്പാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2-3 നുള്ള് ചുക്കുപൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അടുപ്പിൻ്റെ മീതെ ഒരു കലം വെച്ചിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കൂടെ ഇടപ്പാലും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഇവിടെ നമ്മൾ 3 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അല്പം തേങ്ങാപ്പാൽ ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ട് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഇളക്കി ഒന്ന് തിള വരുമ്പോഴേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തലപ്പാലുണ്ടായിരുന്നല്ലോ, അതും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ അല്പം ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ എടുത്തു വച്ചിരിക്കുന്ന ഏലക്കാപ്പൊടിയും ചുക്കുപൊടിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. അങ്ങനെ ഇവിടെ ശർക്കരപ്പാലിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശർക്കരപ്പാലിവിടെ കുറുകി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പെസഹ അപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാനൊക്കെ അറിയാവുന്നതാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ ശർക്കരപ്പാലും റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പെസഹ തിരുനാൾ ആശംസകൾ നേർന്നുകൊള്ളുന്നു. ഇനി പള്ളിയിൽ 5 മണിക്കൊക്കെ പോയിട്ട് കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടേ ഇത് മുറിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.